ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ഈ ഭൂലോകത്തിന് തന്നെ ഏറ്റവും കൂടുതൽ ആനന്ദം ചൊരിയുന്നവനാണ്, ഏറ്റവും കൂടുതൽ കരുണ ചൊരിയുന്നവനാണ്, ഏറ്റവും കൂടുതലും ആകർഷിക്കുന്നവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പേരിന്റെ അർത്ഥം തന്നെ സർവരെയും ആകർഷിക്കുന്നവൻ എന്നാണ്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നവളാണ്, ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നവളാണ് ശ്രീമതി രാധാറാണി എന്ന് പറയുന്നത്. ഭഗവാന്റെ ഈ ഹൃദയം നിറയെ ആ ശ്രീമതി രാധാറാണിയോടുള്ള ഇഷ്ടമാണ്. അതേപോലെ തന്നെ രാധാറാണിയുടെ ഹൃദയത്തിൽ മുഴുവനും ഭഗവാനോടുള്ള ഇഷ്ടമാണ്. ഭഗവാന്റെ ഹൃദയം നിറയെ രാധാറാണിയാണ്. ഭഗവാന് എല്ലാമാണ് രാധാറാണി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ജഗന്നാഥനായിട്ടുള്ള, ആ ജഗത്തിനെ മുഴുവനും പരിപാലിക്കുന്ന, ആ ജഗത് ഗുരുവായിട്ടുള്ള, ഈ ജഗത്തിന്റെ മുഴുവനും ഗുരുവായിട്ടുള്ള, എല്ലാവരെയും നയിക്കുന്ന ആ ജഗൻ മോഹനനായിട്ടുള്ള, എല്ലാവരും ആ ഭഗവാന് വേണ്ടിയാണ് മോഹിക്കുന്നത്. ആ ഭുവന സുന്ദരനാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ ആകർഷിക്കുന്നവളാണ് രാധാറാണി എന്ന് പറയാം. ഭഗവാന്റെ ഈ ചിത്തം ചോരുന്നവളാണ്, ഭഗവാന്റെ ഹൃദയം മോഷ്ടിക്കുന്നവളാണ് രാധാറാണി എന്ന് പറയുന്നത്. ജഗൻ മോഹന ചിത്ത ചോരിണിയാണ് രാധാറാണി. അപ്പൊ അങ്ങനെയുള്ള ആ രാധാറാണിയാണ് ഭഗവാനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ആ രാധാറാണിയാണ് ഭഗവാനും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പൊ ആ ഭഗവാനെ നേടാനായിട്ട് നമ്മൾ ആദ്യം ശരണാഗതി പ്രാപിക്കേണ്ടത് ആ രാധാറാണിയിലേക്കാണ്. ആ രാധാറാണിയെ നമ്മൾ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ ഭഗവാൻ സന്തോഷിച്ചു എന്നാണ് അർത്ഥം. കാരണം അത്രയധികം ഭഗവാൻ ശ്രീകൃഷ്ണൻ രാധാറാണിയെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാനെ നേടാനായിട്ട് നമ്മള് ശ്രീമതി രാധാറാണിയിലേക്ക് ശരണം പ്രാപിച്ചാൽ മതി. അങ്ങനെ ഉള്ള ആ രാധാറാണിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു.